സ്മൂത്തായിട്ട് എനിക്ക് സ്റ്റിയറിംഗ് തിരിക്കാം. എൻ്റെ ഇഷ്ടാനുസരണം എനിക്ക് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതിനുശേഷം ഇതേ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. കണ്ടോ, ഇങ്ങനെ നേരെയാക്കി കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോളിലും ഗിയർ ഷിഫ്റ്റിങ്ങിലും എക്സ്പേർട്ട് ആകണോ? കാർ ഓടിച്ചു തുടങ്ങുമ്പോൾ തുടക്കക്കാരന് ഗിയർ മാറുമ്പോൾ ചിലപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റും. സ്റ്റിയറിംഗ് കൺട്രോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് ഗിയർ മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആകും, പക്ഷെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പലപ്പോഴും ഒരു ബിഗിനറിന് തെറ്റ് വരാറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളിലും ഗിയർ ഷിഫ്റ്റിങ്ങിലും എക്സ്പേർട്ട് ആകാനും ഇത് രണ്ട് നിങ്ങൾക്കും ഒരേപോലെ ബാലൻസ് ചെയ്ത ഒരു നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഡ്രൈവ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്ക്, നിങ്ങൾക്കിത് എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഒരു എളുപ്പമാർഗ്ഗം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇനി നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളും ഗിയർ ഷിഫ്റ്റിങ്ങും എങ്ങനെ ഒരുപോലെ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് പറയാം. അതിൽ എക്സ്പേർട്ട് ആകാനായിട്ടുള്ള ഒരു ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഓക്കെ, നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പല വീഡിയോകളിലായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു ബിഗിനറിന് സ്റ്റിയറിംഗ് കൺട്രോളും ഗിയർ ഷിഫ്റ്റും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പരമാവധി ഓരോ ഗിയർ ഇടുന്ന സമയത്ത് വളവിലും തിരിവിലും ഗിയർ ഇടാതെ വണ്ടി അത്യാവശ്യം നേരെ പോകുന്ന സാഹചര്യങ്ങളിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, അതിന് ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ ഒരു 4th ഗിയറിൽ ഒരു സ്ട്രെയിറ്റ് റോഡിൽ പോകുന്നു. ആ ഒരു സമയത്ത് മുന്നിൽ ഒരു വളവോ അല്ലെങ്കിൽ ഒരു ഗട്ടറോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് 3ഡിലേക്കോ 2ഡിലേക്കോ ഒക്കെ ഇടേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, മുന്നിൽ നമ്മൾ ആ ഒരു അവസ്ഥ നേരത്തെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ തന്നെ 4th നിന്ന് 3rd ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, മുന്നിൽ ആ ഗട്ടർ വരുന്ന സാഹചര്യത്തിൽ പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് മാത്രം കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് സ്റ്റിയറിംഗ് എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ, അതായത് ഇത് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കേണ്ടത് ഒരു 9-3 പൊസിഷനിൽ കൈകൾ പിടിച്ചിട്ട് ആദ്യം വണ്ടി ഓടിച്ച് തുടങ്ങുക. എന്നിട്ട് സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിഞ്ഞു വരരുത്, കൈ പിടിച്ച് വരരുത്, ഇങ്ങനെ വരരുത്. പല ആൾക്കാരും ഒന്നെങ്കിൽ ഇങ്ങനെ പിടിക്കും, എന്നിട്ട് സ്റ്റിയറിംഗ് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഇത് ഇങ്ങനെയൊക്കെ തിരിക്കും. അപ്പോൾ ലോക്കായി പോകും. കണ്ടില്ലേ, ഒരു പരിധിയിൽ കൂടി തിരിക്കാൻ കഴിയത്തില്ല. ഇനി റൈറ്റ് സൈഡിലേക്കാണ് തിരിക്കുന്നതെങ്കിലും കണ്ടില്ലേ, ലോക്കായി പോകും. ഇനി നേരെ പിടിച്ചിട്ട്, അതായത് 9-3 പൊസിഷനിൽ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. കണ്ടോ, ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് തിരിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പം നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇത് ഡ്രൈവിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്റ്റിയറിംഗ് എന്നുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് എടുത്തെടുത്ത് തിരിക്കുക. ഇനി നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കാം. ഗിയർ ഷിഫ്റ്റിങ്ങും സ്റ്റിയറിംഗ് കൺട്രോളും തെറ്റാതെ ഓടിക്കാനായിട്ടുള്ള ഇപ്പം ഞാൻ പറഞ്ഞു തന്ന ട്രിക്ക് ഇനി നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാനിപ്പോൾ ഇതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് എനിക്ക് തിരിയേണ്ടത്. ഞാൻ ലെഫ്റ്റ് സൈഡിലെ മിററൊക്കെ നോക്കിയിട്ട് വണ്ടി എടുക്കുന്നു. ഒരു സമയത്ത് നിങ്ങൾ തിരിക്കുന്നത് നോക്കുക. ഞാൻ സ്റ്റിയറിംഗ് എടുത്തെടുത്ത് ഇടത്തോട്ട് തിരിക്കുകയാണ്. ഓക്കെ, സ്മൂത്തായിട്ട് എനിക്ക് സ്റ്റിയറിംഗ് തിരിക്കാം. എൻ്റെ ഇഷ്ടാനുസരണം എനിക്ക് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതിനുശേഷം സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. കണ്ടോ, ഇങ്ങനെ നേരെയാക്കി കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഞാനിതിങ്ങനെ സ്റ്റിയറിംഗ് നേരെയാക്കി. ഇനി ഗിയർ ഇടുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ വലത്തേക്ക് എടുത്ത് സ്റ്റിയറിംഗ് വെക്കുക. റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സമയത്ത് അടുത്ത ഗിയർ ഇടുക. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഒരു കൈ കൊണ്ട് ഞാൻ സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു. ആ ഒരു ടൈമിൽ റോഡ് സ്ട്രെയിറ്റ് ആണ്, എൻ്റെ നോട്ടം റോഡിലാണ്. അതിനുശേഷം ഞാനിത് ക്ലച്ച് പിടിച്ച് സെക്കൻഡിലേക്ക് ഇട്ടു. കണ്ടോ, ഇപ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് എനിക്കിനി ഗിയർ തെറ്റത്തില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ റോഡ് സ്ട്രെയിറ്റ് ആണ്, വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഇങ്ങനെ കൈ പിടിക്കുന്നു, 3ഡിലേക്ക് ഇടുന്നു. കണ്ടോ, ഇപ്പോൾ സ്റ്റിയറിംഗ് നമുക്ക് തെറ്റുന്നില്ല. ഇപ്പം നമ്മളിങ്ങനെ 3D കയറി പോവാണ്. ചെറിയൊരു കയറ്റം കയറി നമ്മൾ വരുന്നു. 2 കൈകൾ ഉപയോഗിച്ച് ഇങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നു. അതിനുശേഷം ഞാനിത് വണ്ടി ഈ സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കുകയാണ്. കാരണം ഇപ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു സ്കൂൾ വണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒതുക്കുന്നു. ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഞാനിത് ഫസ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം സ്റ്റിയറിംഗ് ഇങ്ങനെ വലത്തെ സൈഡിലേക്ക് തിരിക്കുന്നു. കണ്ടോ, ഇനി നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ഇടത്തോട്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കൈ ഇങ്ങനെ 9-3 പൊസിഷനിൽ പിടിക്കുക. അതിനുശേഷം നമ്മളുടെ ഇടത്തെ കൈ എടുത്ത് സ്റ്റിയറിംഗിൻ്റെ മേളിൽ വെച്ചിട്ട് താഴോട്ട് വലിക്കുക. ആ ഒരു സമയത്ത് നമ്മൾ വലത്തെ കൈ ജസ്റ്റ് ഫ്രീ ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ശകലം വലിഞ്ഞു വന്നു. അതിനുശേഷം വീണ്ടും നമ്മളുടെ വലത്തെ കൈ എടുത്ത് സ്റ്റിയറിംഗിൻ്റെ മേളിൽ വെക്കുന്നു. ആ ഒരു ടൈമിൽ ഇടത്തെ കൈ ഫ്രീ ആക്കുക. ആ ഒരു ടൈം നമ്മളിത് ഇങ്ങനെ വലത്തെ കൈ കൊണ്ട് മേളിലേക്ക് സ്റ്റിയറിംഗ് ഒന്ന് തള്ളി കൊടുക്കുന്നു. അതിനുശേഷം ഇടത്തെ കൈ കൊണ്ട് താഴോട്ട് വലിക്കുന്നു. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട്. ഇനി വലത്തെ സൈഡിലേക്കോ തിരിക്കുന്ന സമയത്ത് നമ്മളുടെ വലത്തെ
വലത്തെ കൈ ഉപയോഗിച്ച് സ്റ്റിയറിംഗ് താഴോട്ട് വലിക്കുക. ആ ഒരു സമയത്ത് ഇടത്തെ കൈ ഫ്രീ ആക്കുക. ഏകദേശം താഴോട്ട് സ്റ്റിയറിംഗ് വന്നു എന്ന് കരുതിയാൽ പിന്നെ എന്ത് ചെയ്യണം, ഇടത്തെ കൈ ഉപയോഗിച്ച് സ്റ്റിയറിംഗ് മേളിലേക്ക് ഇങ്ങനെ തള്ളിക്കൊടുക്കുക. ആ ഒരു സമയത്ത് നമ്മളുടെ വലത്തെ കൈ ഫ്രീ ആക്കുക. ഈ ഒരു മെത്തേഡ് അനുസരിച്ച് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബുദ്ധിപരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇച്ചിരി ശ്രദ്ധയോടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വളരെ വേഗത്തിൽ തന്നെ പഠിച്ചെടുക്കാനായിട്ട് കഴിയും. പലരും ഇത് ഒരുപാട് ശ്രദ്ധിക്കാതെ ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് ഇത് ക്ലിയർ ആകാത്തത്. ഓക്കെ, ഇപ്പോൾ വണ്ടിക്ക് ഞാൻ മൂവ് ആക്കുന്നു, റോഡ് സ്ട്രെയിറ്റ് ആണ്, ഇങ്ങനെ കൈ പിടിക്കുന്നു, സെക്കൻഡിലേക്ക് ഇടുന്നു. ഇനി നിങ്ങൾക്ക് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് കൈ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും കൂടെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇപ്പം നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വണ്ടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് ഇങ്ങനെ കൃത്യതയോടെ ബാലൻസ് ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മൾ അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ഗിയറിലും നമ്മൾ കൈകൾ പിടിക്കേണ്ട ഒരു മെത്തേഡുണ്ട്. ഇപ്പോൾ സെക്കൻഡിലാണ് പോകുന്നത്, നമുക്ക് തേർഡിലേക്ക് ഇടാനായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നോക്കുക, ബ്രേക്കിൽ എൻ്റെ കാല് വരുവാണ്. ഞാനിവിടെ ചെറിയൊരു വളവായതുകൊണ്ട് ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പറയുന്നത്. ഇപ്പം റോഡ് സ്ട്രെയിറ്റ് ആയി എൻ്റെ കൈ ഇങ്ങനെ പിടിക്കുന്നു, സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു. ഇനി ഗിയർ ഷിഫ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആകാൻ വേണ്ടി ഇപ്പോൾ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ കൈ പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് മേളിലേക്കൊന്ന് തട്ടിയ ന്യൂട്രൽ വരും. ഇവിടുന്ന് ന്യൂട്രലിൽ വരുന്ന സമയത്ത് ഗിയർ എപ്പോഴും സെൻറ്ററിലായിരിക്കും, ഇങ്ങോട്ടും മാറില്ല ഇങ്ങോട്ടും മാറില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് പതിയെ മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയറിലേക്ക് ഈസി ആയിട്ട് ഇടാം. കണ്ടോ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തേർഡ് ഇടാം. ഇനി നമുക്ക് തേർഡിൽ നിന്ന് ഇവിടെ സെക്കൻഡ് കൊടുക്കണം. അഡ്വാൻസ് ഞാൻ ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെ കൈ പിടിക്കുക, ഇങ്ങനെ താഴോട്ട് ഇടുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഗിയർ ഇപ്പോൾ ഇവിടെ അഡ്വാൻസ് ചെയ്തപ്പോൾ എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റിയില്ല. കാരണം എന്താണ്, അവിടെ മുന്നിലൊരു ഹമ്പ് വന്നു, ഞാൻ കുറച്ച് മുന്നമേ തന്നെ ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്തു. ആ കുഴി വന്ന് ഇറങ്ങിയിട്ട് ചെയ്യുന്നതിനേക്കാളും ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരത്തെ ചെയ്തു. അതാണ് നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഓക്കെ നമുക്ക് വലത്തെ സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് കയറാം. ഇൻഡിക്കേറ്റർ കൊടുത്ത് തിരിയുന്നു, സ്റ്റിയറിംഗ് കൺട്രോൾ കൃത്യതയോടെ ചെയ്ത് കയറുന്നു. കണ്ടില്ല? അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് അങ്ങനെ ഗിയർ അവിടെ ചെയ്തതുകൊണ്ട് തന്നെയുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, നമുക്ക് പിന്നെ ഗട്ടറോ കുഴിയോ ഹമ്പോ ഒക്കെ ഇറങ്ങുന്ന സമയത്ത് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് ഗിയർ ഷിഫ്റ്റിങ്ങും കൂടെ കൃത്യതയോടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കൊരു വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തെല്ലാം ഞാൻ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഇപ്പോൾ അത്യാവശ്യം തിരക്കുള്ളൊരു ടൈമാണ്, ഞാൻ നന്നായിട്ട് തന്നെയാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിൽ പ്രാക്ടീസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിംഗ് കൃത്യതയോടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എങ്ങനെ നിങ്ങൾ കൈകൾ പിടിക്കണം, തെറ്റാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ തൊട്ട് മേളിൽ കൊടുക്കാം. 3-4 വീഡിയോകളുണ്ട്, ഇപ്പോൾ ഒരു ലിങ്ക് വരും. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു ലിങ്ക് വരും, അതിനുശേഷം ഒരു ലിങ്ക് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കയറി കാണുക. ഒപ്പം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഏകദേശം ഒരു 600-700 വീഡിയോകൾ അടുത്ത് ഉണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകളും ഒക്കെ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഏറ്റവും ഗുണമാകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.